TCSലെ വാർത്ത ഇത് നമ്മുടെ കേരളത്തിലെ ഈ മാപ്ര മാധ്യമങ്ങൾ കാണിക്കുന്നത് തെണ്ടിത്തരമല്ലേ? ഇത്രയും വലിയൊരു എക്സ്ക്ലൂസീവ് ന്യൂസ് കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയിൽ എടുക്കാത്തത്, അല്ലെങ്കിൽ വലുതായിട്ട് ഇത് ചർച്ച ചെയ്യപ്പെടാത്ത എന്താ? കഴിഞ്ഞ ദിവസം വടക്കേന്ത്യയിലെ ഏതോ ഒരു BJPയുടെ ഒരു വേട്ടാവളിയെത്തി കേരളത്തിൽ വന്ന് പറഞ്ഞ് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ലവ് ജിഹാദ് ഉണ്ട്, ലാൻഡ് ജിഹാദ് ഉണ്ട്, ഫ്ലാറ്റ് ജിഹാദ് ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള ജിഹാദുകൾ കേരളത്തിലുമുണ്ട്. ഇന്ന് ഇന്ത്യ മുഴുവനും ഈ ജിഹാദുകൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം ഈ TCSൽ എന്താണ് സംഭവിച്ചെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ സംപ്രേഷണം ചെയ്തത് 2-3 ചാനലുകളാണ്. അവരാണ് ഈ കേരളത്തിലെ സത്യസന്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചാനലുകൾ. അതേതാണെന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ ചിലപ്പം നിങ്ങൾ മൂക്കത്ത് കൈവച്ച് ചിരിച്ചേക്കാം. കാരണം നാറ്റം കൊണ്ടാണ് നിങ്ങൾ മൂക്കത്ത് കൈവെക്കുന്നതെന്നുള്ളത് നമുക്ക് ആ ചാനലിലെ വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാവും. ചാണക ചാനലായിട്ടുള്ള ഈ ചലം ചാനലിനകത്ത് ഒരു വാർത്ത വന്നു. അതിനകത്ത് 4 പേര് നല്ല ഒന്നാന്തര ഉരുപ്പടികളായിട്ടുള്ള ചാണക വീരന്മാർ, അതിലൊരു മുസംഗിയുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് ഒരു പാവം മനുഷ്യനെ ഈ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് വലിച്ചു കീറി അങ്ങോട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ 2-3 ചോദ്യങ്ങൾക്ക് ഈ വേട്ടാവളിയന്മാരുടെ കാറ്റ് പോയെന്നുള്ളതാണ്. കിടിലൻ ചർച്ചയായിരുന്നു. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. നമ്മൾ ഈ അടിച്ച് അണ്ണാക്കി കയറ്റി കൊടുക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലോ, പക്ഷെ അത് ഇങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളത് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടോ? ഇന്ത്യയിൽ ലവ് ജിഹാദ് ഉണ്ടോ? ഇനി ഒരു പുതിയ ജിഹാദ് കൂടെ വന്നിരിക്കുകയാണ്. IT കമ്പനിയുടെ ഒരു ജിഹാദാണ്. ഇതിനകത്ത് വലിയൊരു കണ്ണിയാണ് പ്രവർത്തിക്കുന്നത്. ദരിദ്രരായി കിടക്കുന്ന കുടുംബങ്ങൾക്ക് ജോലി വാഗ്ദാനം കൊടുക്കും, ശമ്പള വർധനവ് കൊടുക്കും, എന്നിട്ട് ഇവരെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തും, അണ്ണാക്കിലേക്ക് ബീഫ് കുത്തിയിറക്കും, ബലം പ്രയോഗിച്ച് പീഡിപ്പിക്കും. ഇതൊക്കെയാണ് ഈ IT കമ്പനി നടക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇന്ത്യയിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ സംപ്രേഷണം ചെയ്തിട്ടും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കുന്നത് തെണ്ടിത്തരമാണ് കേട്ടോ. ആകെ ഈ 2-3 ചാനലുകൾ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള വാർത്തകൾ കാണിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഈ ചർച്ചയുടെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് കാളകൂട വിഷം മനസ്സിലും തലയ്ക്കകത്തും കൊണ്ട് നടക്കുന്ന വിഷബാബു. മറ്റൊന്ന്, കേരള പോലീസിന്റെ തലപ്പത്തിരുന്നിട്ടുള്ള ഒരു വേട്ടാവളിയനുണ്ടല്ലോ, പോലീസിന് തന്നെ അപമാനമായിട്ടുള്ള ഈ ഒരു ഊള. ചാനലിന്റെ എല്ലാമായിട്ടുള്ള മറ്റവനും മറ്റേ ഇവന്റെ പൂജാമുറിയിലും നിസ്കാരപ്പായ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മതസ്നേഹി ഉണ്ടല്ലോ, ലവൻ. കേരളത്തിലെ മുസ്ലിങ്ങളെ മാത്രം തെമ്മാടിത്തരം പറയാൻ വേണ്ടി സംഘപരിവാറും കാസയും ഈ അമേദ്യം കോരി തൊള്ളയിലേക്ക് ഒഴിച്ചു കൊടുപ്പിച്ച ഉമ്മയും വാപ്പയും തള്ളി പറഞ്ഞിട്ടുള്ള ഈ പിഴച്ച സന്തതിയാണ് ക്ലോസറ്റ് ഹുസൈൻ. ഇവര് 4 പേരും കൂടെ ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ മുഖ്യ അതിഥികൾ. വീഡിയോ കണ്ടു നോക്കുക. കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് അറിയിക്കുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ബാബു, നോക്കൂ, ഉറങ്ങുന്നവരെ ഉണർത്താൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഉറക്കം നടിക്കുന്നവരെ എന്തിനാ വിചാരോ? അല്ല അനിൽ നമ്പ്യാരെ, ഇപ്പോ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരെന്താ ചെയ്യുന്നേ? അതിനൊക്കെ വൈറ്റ് വാഷ് ചെയ്യാൻ ന്യായീകരിക്കുക, എന്നിട്ട് ഇതൊന്നും ഇസ്ലാമിന്റെ ഭാഗമല്ല എന്ന് പറയുക. ഈ നാടകങ്ങൾ ആവർത്തിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്റെ ഫ്രണ്ട്സ് അങ്ങനെയല്ല. ആറ്റുകാൽ പൊങ്കാല വരുമ്പോൾ ഭീമാപ്പള്ളിയിൽ സ്ത്രീകൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നവരാണ്. റംസാൻ വ്രതം ഹിന്ദുക്കൾ നോക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പായസം കൊടുക്കുന്നു. ഇതൊക്കെ നാട്ടിൽ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാർ പരസ്പരം ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ റിപ്പോർട്ട് കൊണ്ടുവന്നപ്പോഴാണ് 10-16 റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. ആ റിപ്പോർട്ടുകളിലാണ് പറഞ്ഞത് കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മതപരിവർത്തനത്തിന്റെ കണക്ക് കേരള ഹൈക്കോടതി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ ആ വിധി ഒന്നെടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിലും ആ വിധി ഒന്നെടുത്ത് വായിച്ചു നോക്ക് സാർ, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ മണ്ടത്തരം പറയൂ. രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? അത്തരം കേസുകളുണ്ട്. എന്താ നിമിഷ ഫാത്തിമയുടെ കേസ് എന്തുന്നാ? ലവ് ജിഹാദ് അല്ലേ? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മതപരിവർത്തന ജിഹാദ് അല്ലേ? ഹൈക്കോടതി പറഞ്ഞോ ബാബു സാർ? ഒന്ന് പറഞ്ഞേ. ഇനി പറയാം. ഹൈക്കോടതി ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞോ? ഹൈക്കോടതി പറഞ്ഞു. കേരള ഹൈക്കോടതി എന്താ പറഞ്ഞു? നിങ്ങൾ ഞാൻ ഏതാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു? ഹൈക്കോടതിയുടെ ആ വിധി, ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ പറഞ്ഞു പോയപ്പോഴല്ലോ. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? ശരി, വിധി ഹൈക്കോടതി കാരണം ഇല്ലാത്തതുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞു. ഹൈക്കോടതി ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ആ വിധിന്യായം ഏതാണ്? അതൊന്നും എനിക്ക് കേൾക്കാൻ, ഞാൻ ഈ ചർച്ചയിൽ നിങ്ങൾ കൂടെയുള്ള ഒരാളല്ലേ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. റോമിയോ ജിഹാദ് അല്ലെങ്കിൽ ലവ് ജിഹാദ് ഇങ്ങനെ നടക്കുന്നതായിട്ട് 3000 മുതൽ 4000 വരെ ഇത്തരം മതപരിവർത്തനങ്ങൾ നടന്നു എന്നുള്ള റിപ്പോർട്ട് കോടതിയുടെ മുൻപാകെ ഉണ്ട്. ആ വിധി ഒന്ന് എടുത്ത് വായിക്കൂ സാർ, എന്നിട്ട് ഇവിടെ ഒന്ന് വാലകടിക്കൂ. വെറുതെ ഒന്നും അറിയാമെന്നുള്ളത് മണ്ടത്തരം എഴുന്നള്ളിക്കാൻ മദ്രസ എന്നുള്ള വന്ന് വിവരം വെച്ചിട്ട് ഇവിടെ ഒന്ന് സംസാരിക്കാൻ നിൽക്കരുത്. ഞാൻ മനസ്സിൽ വിചാരിച്ചോളൂ ഇപ്പൊ വണ്ടി അവിടെ ചെന്നിടിച്ചു വെക്കുന്നു. മനസ്സിലായില്ല? മദ്രസയിലെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ്
ഈ അണ്ടിമുക്ക് ശാഖയിൽ പണ്ട് നീ ചെറുപ്പം മുതലേ ട്രൗസർ ഇട്ട് മറ്റേ വടിയും കറക്കി അവിടെ പോയി നിന്നപ്പോൾ അവിടുത്തെ നിന്റെ ഏമാമാരുണ്ടല്ലോ, നിന്റെയൊക്കെ തലതൊട്ടപ്പന്മാർ, അവന്മാർ നിന്റെയൊക്കെ അണ്ണാക്കിലേക്കും നിന്റെയൊക്കെ മനസ്സിലേക്കും കുത്തിത്തിരികി തന്നിട്ടുള്ള ഈ പച്ച വർഗീയത കാലം കുറേയായിട്ട് കേരളത്തിലെ മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ എന്ത് പറഞ്ഞാലും ഈ മദ്രസയിലേക്ക് കൊണ്ട് മുട്ടിച്ചെങ്കിൽ മാത്രമേ അതിനൊരു കൊഴുപ്പുള്ളല്ലോ അല്ലേ. ഈ കേരളത്തിൽ ഇസ്ലാം മത വിവാഹത്തിൽപ്പെട്ടിട്ടുള്ളതും ക്രൈസ്തവ മത വിവാഹത്തിൽപ്പെട്ടിട്ടുള്ളതും നിരവധി പെൺകുട്ടികൾ ഹിന്ദു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അതിന് സംഘിനാറികൾ ശാഖയിൽ നിന്നും പഠിപ്പിച്ചു വിടുന്നുണ്ട്. ഇവിടുത്തെ മറ്റു മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളെ നിർബന്ധിച്ച് അവരെ പ്രണയിക്കണം, അവർക്ക് വയറ്റിലുണ്ടാക്കി കൊടുക്കണം, എന്നിട്ട് ഉപേക്ഷിക്കണമെന്നുള്ളത് നിന്റെയൊക്കെ മറ്റേ ഉണ്ടാക്കിയ ബുക്കുണ്ടല്ലോ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് എത്രയോ പെൺകുട്ടികളുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടത്. പുറത്തു പറയാൻ പറ്റാത്ത എത്രയോ പെൺകുട്ടികൾ ഇന്നും നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അപ്പം നിന്റെ ഈ കൊണയടി ഇങ്ങോട്ട് വേണ്ട. ബാബു സാറേ, നിങ്ങൾ അതില് ഈ കോടതി പറഞ്ഞോ, ഞാൻ ചോദിക്കുന്ന മറുപടി പറയാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു വിധി, ഹൈക്കോടതിയുടെ വിധി, ഏതെങ്കിലും ഒരു വിധിയിൽ ഇവിടെ ലവ് ജിഹാദ് ഉണ്ടെന്ന് കോടതി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് കിട്ടുന്നത്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾ വായിച്ചെന്ന് പറയാം സ്റ്റേറ്റ്മെന്റിൽ. പിന്നെ ഇത് ക്യാമ്പസ് ഫ്രണ്ട് അങ്ങനെ ചെയ്തു എന്ന് കോടതി പറഞ്ഞു. കോടതി പറഞ്ഞു. വായിച്ചിട്ടുണ്ടോ? വിധി വായിച്ചിട്ടുണ്ടോ? നമ്മൾ വായിച്ചിട്ടുണ്ട്. മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിമതി. അതാണ് അത് പറഞ്ഞല്ലോ സാർ. ഇത് സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. കാരണം ഇതിൽ ലീഗൽ ടൈമിൽ ഡിഫൈൻ ചെയ്യാത്തത് കൊണ്ട് ഒരു കോടതിക്കും ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? ഒരു പിടി കിട്ടലില്ല. ഒരു അന്വേഷണ ഏജൻസിക്കും ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒരുപാട് തവണ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. മനുഷ്യന്റെ ഒരു അവസ്ഥയെ അയ്യേ. നിങ്ങളുടെ മദ്രസ വിദ്യാഭ്യാസം, നിങ്ങളുടെ മതവിദ്യാഭ്യാസം അത് ഇന്ത്യയിൽ ലോകത്താകമാനം മാനവരാശിക്ക് ഭീഷണിയാണ്. ഞാൻ പറഞ്ഞത് മക്കളെ നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ, ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കാൻ. അതിനെ സാധാരണക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്താണ് TCS-ൽ സംഭവിച്ചത്? TCS-ൽ എന്താ സംഭവിച്ചെന്നുള്ളത് പറയേണ്ടത് പോലീസാണ്. പോലീസ് പറയുന്നത് സത്യമാണെന്ന് പറയേണ്ടത് കോടതിയാണ്. 100% ഞാൻ യോജിക്കുന്നു. കോടതിയിൽ വിധി വരുമ്പോ നമുക്ക് അതിനെ കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇവിടെ ആറുൽ ബാബു അതുപോലെ തന്നെ DGP ഒക്കെ ഇവിടെ സംസാരിച്ച കുറെ കാര്യങ്ങളുണ്ട്. എത്ര മോശമായ ഒരു വീക്ഷണമാണ് ഒരു സമൂഹത്തെ കുറിച്ച് വെച്ച് പുലർത്തുന്നത്. അതുപോലെ കള്ള വാർത്തകൾ മുന്നേ പലതും വന്നിട്ടുണ്ട്. ആ വന്ന കാലത്തുള്ളതൊന്നും സത്യമായിട്ടില്ല എന്നത് പിന്നീട് അതൊക്കെ ഒന്നുമല്ല, വെറും പൊയ്വടികളാണ് എന്ന വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. ഒരു കള്ളവാർത്ത താങ്കൾ പറഞ്ഞാൽ മതി. അപ്പൊ നമ്മുടെ ഈ ആഷിം സാഹിബിന് അങ്ങ് തേച്ചൊട്ടിക്കാവുന്നതാണ് ഈ 4 ചാണക ഓളികൾ വിചാരിച്ചിട്ട് ഈ മലൻ TVക്കകത്തോട്ട് ചർച്ചയ്ക്ക് വിളിച്ചത്. കൊടുക്കേണ്ടത് കൃത്യമായിട്ട് ലവറ്റകളുടെയൊക്കെ അണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഈ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞ് കുരയ്ക്കുന്ന വേട്ടാവളിയന്മാരോട് പറയാനുള്ളത്, നീയൊക്കെ ആ പൂഞ്ഞാറിലേക്ക് ചെല്ല്. PC അപ്പി ഉണ്ടല്ലോ, അപ്പിയുടെ മകനെ ആദ്യം അങ്ങോട്ട് പിടിച്ചിട്ട് നീ അവനെയൊക്കെ ഒന്ന് നേരെയാക്ക്. കാരണം ജഗതിയുടെ മകളെ കെട്ടിയത് എങ്ങനെയാണെന്നും അവർ മതം മാറിയത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഇതുപോലത്തെ വിവരക്കേടും പൊട്ടത്തരവും പറയാൻ വേണ്ടി മണ്ടന്മാർ മാത്രം സംഗമിക്കുന്ന ഒരു ചാണകച്ചാലനകത്ത് വിവരവും വിദ്യാഭ്യാസമുള്ള ആഷിം സാഹിബിനെ പോലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചാൽ വളരെ സൗമ്യമായ രീതിയിൽ, മാന്യമായ രീതിയിൽ, നൈസായിട്ടൊക്കെ മറുപടി തരും. ഏതായാലും ജിഹാദ് ഇവിടെ തീരുന്നില്ല. ജിഹാദിന്റെ പുതിയ വേഷനൊക്കെ ആയിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം. നമ്മൾ കാണണം. അപ്പം ബൈ.